പാർലമെന്റിന്റെ സ്ഥിതി ഇന്നലത്തെ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ലോക്സഭയിൽ സംഭവിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എം പി രാജേഷിനോടും സംസാരിച്ചത്. അതീവ ഗുരുതരമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെന്റിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപമാനമില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം വേണം. പത്രങ്ങളിലെല്ലാം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ മനസ്സുമടുത്ത ഒരു സംഘം ആളുകൾ നടത്തുന്ന സംവിധാനമെന്നാണ്. എങ്കിൽ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ശരത്തെ നമ്മുടെ പാർലമെൻറ്റ് പുതുക്കി പണിയുകയും പിന്നെ പാർലമെൻറ്റിനകത്ത് ഒരിക്കലും ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു അധികാരദണ്ഡ് പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് നിലവിലുണ്ടായിരുന്ന പാർലമെൻറ്റിൽ സാമാന്യമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടത്ര ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരിക്കലും സുരക്ഷ തെറ്റാത്ത ഒരു പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അവർ ഷൂസിനകത്ത് ഒളിപ്പിച്ചിട്ടുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള വാതകമാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം 541 ആളുകളടങ്ങുന്ന 140-ലേറെ വരുന്ന കോടിക്കണക്കിന് 140 കോടിയിലേറെ വരുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർലമെൻ്റ് അല്ലേ? ആ പാർലമെൻറ്റിനകത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുള്ളത്. ഇതിന് സമഗ്രമായി പരിശോധിക്കേണ്ടി വരും. BJP കേരളത്തിൽ അധികാരത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലും അപകടകരമായിട്ടുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട ബാധ്യതയുണ്ട്.